ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ അധികമായിട്ടോ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. ഞാൻ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് എടുക്കും, എന്നിട്ട് വന്നിട്ട് പറയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, വീണ്ടും ഗ്യാപ്പ് എടുക്കും, വീണ്ടും വന്നിട്ട് പറയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത 3-4 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള മടി കൊണ്ടാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സാധനങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, പിന്നെ വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. ഇപ്പം മീഷോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത് സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള റീൽസ് എടുത്തിട്ട് സാധനം നോക്കുമ്പോഴത്തേക്ക് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടി എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴത്തേക്കും സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനും മടിയായി. സാധനം ഒന്നും ഔട്ട് സ്റ്റോക്ക് ഇല്ലാത്ത ഞാൻ വെറുതെ വീഡിയോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിന്ത്ര ഹോളാണ്. മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ വേഴ്സിൻ്റെ ഹോൾ വീഡിയോ ആണ്. എല്ലാം തന്നെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത്. എനിക്കൊന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ 5 പ്രൊഡക്ട്സ് കൂടിയിട്ട് ഒരു 3500 റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാം തന്നെ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നുള്ള പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത്. അപ്പം ഞാൻ മുൻപത്തെ വീഡിയോസ് ഇടാതെ ഇപ്പോൾ പുതിയ വീഡിയോ എടുത്തിട്ടിരുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആ മുൻപെടുത്ത വീഡിയോസ് ഇപ്പോൾ ഇട്ടാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനും. കാരണം മാർച്ചിൽ എങ്ങാനും എടുത്ത വീഡിയോസ് ആണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇട്ടാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുതിയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം. അതൊന്നും അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം പ്രൊഡക്ട്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഇനി സ്റ്റോക്ക് വരികയാണെങ്കിൽ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. സോ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്താൻ ഇനിയും അടിപൊളി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇവിടെ തന്നെ പിക്ചർ കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നുള്ള ഒരു നീ ലെങ്ത് ടോപ്പാണ്. കുറച്ചൊരു ഓവർ സൈസ്ഡ് ആയിട്ട് ഇടുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ്, ട്യൂണിക്കാണ് വന്നിട്ടുള്ളത്. ഹാഫ് സ്ലീവ്സ് ആണ്. വൈറ്റ് ഇന്നറും വൈറ്റ് ട്രൗസേഴ്സ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. H&M ആണ് ബ്രാൻഡ് വന്നിട്ടുള്ളത്. 1000 rupees അങ്ങനെ എന്ത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. 1049 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ. സോ ഇതാണ് പ്രൊഡക്റ്റ്. വീനെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണുള്ളത്. വിസ്കോസ് റയോൺ ആണ് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. മുട്ടിന് മേളിലേക്ക് മുട്ട് ഇങ്ങനെ കറക്റ്റ് മുട്ടിൻ്റെ കുറച്ച് മുകളിൽ അങ്ങനെയായിട്ടാണ് ലെങ്ത് വരിക. സോ ഇതാണ് പ്രൊഡക്റ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം ആണ്. കാരണം H&Mൻ്റെ പ്രൊഡക്ട്സ് സൈസ് കുറച്ച് കൂടുതലാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഞാൻ മീഡിയം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ XL ആയിക്കോട്ടെ ചൂസ് ചെയ്യുക. സോ ഇത് ഞാൻ ഒരു സൈസ് കുറച്ചിട്ടാണ്, ലാർജ് ആണ് എൻ്റെ നോർമൽ സൈസ്, അതിൽ ഞാൻ ഒരു സൈസ് കുറച്ചിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. മീഡിയം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് കറക്റ്റ് അത്യാവശ്യം നല്ല ലൂസിലുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റും. H&M ആണ് ബ്രാൻഡ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ വേണമെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്തു. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ നെക്സ്റ്റ് വൺ വന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. മുട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത് വരിക. ഷർട്ട് ഡ്രസ് ആണ്. കോളേർഡ് ആണ്. നെക്ക് വന്നിട്ടുള്ളത് ഒരു ബേജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു സ്ട്രൈപ്ഡ് പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബട്ടൺസ് ആണ്. ബട്ടൺസ് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈപ്പ് ഓഫ് ബട്ടൺസ് ആണ്. പിന്നെ ഇങ്ങനെ കവേർഡ് അപ്പ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് നോർമൽ ഷർട്ട് സ്ലീവ്സ് തന്നെയാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് പ്രൊഡക്റ്റ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബ്രാൻഡ് സ്ട്രീറ്റ് 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. റേറ്റും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നല്ല പ്രൊഡക്റ്റ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ ഈ കാണിക്കുന്ന 5 പ്രൊഡക്റ്റും മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല റേറ്റ് കുറവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കൊന്ന് മിന്ത്രയിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, യു ഗൈസ് ചെക്ക് ഔട്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും സെയിൽ തീരുമോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മാക്സിമം ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഈസ്തെറ്റിക് ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രൈപ്ഡ് പാറ്റേണിൽ വരുന്നുള്ള ബേജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു ഷർട്ടാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, ചെക്കൗട്ട് ചെയ്യും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഷർട്ട് ഡ്രസ്സ് തന്നെയാണ്. ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്നുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എനിക്കൊന്ന് 8 or 9 കളർ ചേഞ്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. സോ ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു യെല്ലോ ആണോ ഗ്രീൻ ആണോ അറിയില്ല, രണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ബട്ടൺസ് മൊത്തം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കവേർഡ് അപ്പ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു നീറ്റ് ലുക്ക് ഉണ്ട് കേട്ടോ. കോളേർഡ് ആണ് നെക്ക് വന്നിട്ടുള്ളത്. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നല്ല ഓവർ സൈസ്ഡ് ആണ്. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു 3/4 സ്ലീവ്സ് ആണ്. നമുക്കിങ്ങനെ ഷോൾഡറിന് ഈ ഇവിടെ
ഇതിനില്ല അല്ലേ? ഓക്കെ, ഷോൾഡറിന് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ഉണ്ടാവില്ല, ആ ഒരു കട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ തന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ വരുന്നുള്ള സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു കഫ്താൻ ടൈപ്പ് സ്ലീവ്സ്, അങ്ങനെ ഒരു സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇവിടെ എന്തോ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ബാക്കി ഫ്രണ്ടിൽ മൊത്തം പ്ലെയിൻ ആണ്. ആൻഡ് ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന് എന്താ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ കളേഴ്സിലും ഇങ്ങനെ ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു പാറ്റേൺ ആണ് കുറച്ചുകൂടെ ഇഷ്ടമായിട്ടുണ്ടായത്, ഈ ഒരു കളറും. സോ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത നെക്സ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്തൊക്കെ. എനിക്ക് 600 സംതിങ് 639 അങ്ങനെ ആ റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. സോ ആ റേറ്റിന് ഇത്രയും നല്ല ലെങ്ത്തിൽ വരുന്നുള്ള നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും വേർത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ. പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യുക, കാരണം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്തൊക്കെ. അതുപോലെ തന്നെ റേറ്റും പെട്ടെന്ന് ഡിഫറെൻറ്റ് ആയിട്ടുണ്ടാവണം. ഞാൻ പർച്ചേസ് ചെയ്യുമ്പം 639 റുപ്പീസാണ്. ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്തൊക്കെ. ലിങ്ക് ഞാൻ എന്തായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സാർ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൾ എന്തോ ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മാക്സിമം സൗണ്ട് എടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്യുക. നല്ല ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് 2 ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ആണ്. പക്ഷേ ഇത് ഞാനുണ്ടല്ലോ, നോർമലി ഞാൻ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ലൈക്ക് അത് ഓവർ സൈസ്ഡ് ടീഷർട്ട് കാറ്റഗറിയിൽ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ഞാൻ നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് XL ആണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതെന്താ അറിയില്ല, ഞാൻ XXL ആണ് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര വലുതാട്ടോ. ഭയങ്കര വലുത് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ട്, അത്രയും വലിപ്പുണ്ട്. XL തന്നെ എനിക്ക് അത്യാവശ്യം വലിപ്പുണ്ട്, XL തന്നെ അത്യാവശ്യം എനിക്ക് വലിപ്പം ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇടാനാണ് ഇഷ്ടം, നല്ല ലൂസിൽ ഇടാനാണ് ഇഷ്ടം. പക്ഷെ XXL ഭയങ്കര വലിപ്പമായിപ്പോയി, നല്ല വലിപ്പമുണ്ട്. സോ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു സോളിഡ് ആയിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ഇവിടെ നമുക്കൊരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു സ്ലീവ്സിനേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ബാക്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി, നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. പക്ഷേ ഇത് സൈസ് പ്രോബ്ലം ഉണ്ട്. അതായത് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ്. XXL ചൂസ് ചെയ്തുകൊണ്ടാണ് അത്ര വലിപ്പം ഉണ്ടായത്. XL ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലാർജ് ചൂസ് ചെയ്തത്. നല്ല ഓവർ സൈസ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ XL ചൂസ് ചെയ്യുക. ലാർജ് നോർമൽ സൈസ് ഉള്ള ആൾക്കാർ എന്താ സാധാ ഒരു നോർമൽ ഫിറ്റിൽ നോർമൽ ആയിട്ടുള്ള ഒരു ലൂസ് മതിയെങ്കിൽ ലാർജ് തന്നെ ചൂസ് ചെയ്യുക. കാരണം ഇത് ഓവർ സൈസ്ഡ് ആണ് ഓൾറെഡി. അപ്പോൾ ലാർജ് തന്നെ അത്യാവശ്യം നല്ല ലൂസിലുണ്ടാവും. എന്നാലും കുറച്ചും കൂടി നല്ല ലൂസി പീസി അങ്ങനെ ആയിട്ടിടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ XL ചൂസ് ചെയ്യുക. എന്തായാലും XXL ആവശ്യം ഉണ്ടാവില്ല. ലാർജ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും XXL ആവശ്യം ഉണ്ടാവില്ല, അത്രയും വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് XXL വേണ്ട, XL ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാർജ് തന്നെ ചൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ വന്നിട്ട് എഗെയിൻ സെയിം ആ ഒരു ടൈപ്പ് ഓഫ് ടീഷർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു റെഡ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിന് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇൻസ്പയർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമുക്ക് അതുപോലെ തന്നെ ഇൻസ്പയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാണ്ടോ അറിയില്ല, നല്ല വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നല്ല ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഈ റെഡ് ആൻഡ് ആ ഒരു മസ്റ്റർഡ് യെല്ലോ, ഈ 2 ടീഷർട്ട്സ് എനിക്ക് നല്ല ഇഷ്ടമായി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് രണ്ടും തന്നെ 300 സംതിങ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക. എന്തായാലും 400 ബിലോ ആണ് റേറ്റ് ഉണ്ടാവുക. കാരണം ഇതെല്ലാം കൂടി പർച്ചേസ് ചെയ്ത് ഈ 5 സാധനം വാങ്ങിച്ചിട്ടും എനിക്ക് 3500 ബിലോ ആണ് റേറ്റ് ആയിട്ടുണ്ടായത്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ട്. എന്തായാലും റേറ്റും സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഓരോ ബാച്ചാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലി കസിൻസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ആണ് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് നിങ്ങൾ എന്നെ ഇത്രയും നാൾ മിസ് ചെയ്തിട്ടുണ്ടോയെന്നും കമൻസിൽ പറയാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ Q&A ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, യൂട്യൂബിൽ എന്താ വീഡിയോസ് ഇടാത്തത്, യൂട്യൂബിൽ എന്താ ആക്റ്റീവ് അല്ലാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.